ഇവന് അനന്തംപിള്ളയുടെ മകളെ കെട്ടാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ ഞങ്ങൾ ഇവനെ പൊക്കിയത്. നേരാണോടാ? നീ അമേരിക്കയിലേക്ക് പോകാൻ പോവാണോ? അതെ അതെ വല്യമ്മാവ, എന്നെ വിട്ടേക്ക്. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. അയ്യോ പാവം രാജു മോളെ, இந்த பயலு ஒரு அப்பாவிதான். இவனை விடலாமா? സാറ് சொல்லுங்க. என்ன நான் சொல்றேன், இவனை விடுന്നില്ല. ഒരു പാവപ്പെട്ട പെണ്ണിനെയും കുഞ്ഞിനെയും വഴിയാധാരമാക്കിയിട്ട് യവൻ അങ്ങനെ അമേരിക്കയിൽ പോയി വിലസണ്ട. അനന്തംപിള്ളയുടെ മോളെ കെട്ടുകയും വേണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ ജനിച്ച കാലം മുതൽ എനിക്കിട്ടും ഞങ്ങൾക്കിട്ടും നിരന്തരം പണിയെന്നുകൊണ്ടിരിക്കുക. നിന്റെ അമ്മയ്ക്ക് നീ ഇപ്പൊ വലിയൊരു തലവേദനയാ. നീ ഞങ്ങൾക്കിട്ടും നാട്ടുകാർക്കിട്ടും ഒക്കെ ചെയ്ത കുറ്റങ്ങൾക്ക് ഒരു ശിക്ഷ കൂടിയേ തീരൂ. അതുകൊണ്ട് എന്റെ കോടതിയിൽ ജഡ്ജിയായ ഞാൻ കൂടുതൽ വിചാരങ്ങളോ വിസ്താരങ്ങളോ ഇല്ലാതെ നിന്നെ ശിക്ഷിക്കുന്നു. 1 മാസം നിനക്ക് വീട്ടു തടങ്കൽ. പിന്നെ ഈ വീട്ടു തടങ്കലിൽ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. എന്ത് വ്യവസ്ഥകൾ? കോടതിയിൽ ചോദ്യം പാടില്ല. ജഡ്ജി പറയുന്നത് അനുസരിച്ചാ മതി. വ്യവസ്ഥകൾ: ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ കയറാൻ പാടില്ല, ടിവിയും കാണാൻ പാടില്ല. പിന്നെ പരിമിതമായ ആഹാരം, അതും വെജിറ്റേറിയൻ മാത്രം. പിന്നെ വെറുതെ അങ്ങനെ നിന്നാ പോരാ, വീട്ടിലെ ജോലികളെല്ലാം ചെയ്യണം. എന്ത് ജോലികൾ? ജോലികൾ എന്തൊക്കെയാണെന്ന് ഋതുമോൾ പറഞ്ഞിരും. ഋതുമോളല്ല, രാജു തീരുമാനിക്കും. ഇവന്റെ മുഖത്തേക്ക് നോക്കിയാലേ എനിക്ക് ഇവന്റെ കാരണം അടിച്ചു പൊളിക്കാൻ തോന്നും. എപ്പോഴും തല്ലിയ ഇവൻ സ്ട്രീറ്റ് ഡോഗിനെക്കാളും കഷ്ടമായി പോവും. പറഞ്ഞതെല്ലാം അനുസരിച്ച് നിന്നാ നിനക്ക് അമേരിക്കയിലേക്കോ അന്റാർട്ടിക്കയിലേക്കോ എവിടെ വെച്ചാ പോവാ. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നീ ചെയ്തതിനൊക്കെയുള്ള ശിക്ഷ നീ അനുഭവിക്കണം. പ്രതാപന ഇവിടുത്തെ സുപ്രീം കോടതി.